ഒരു ചെറിയ ട്രിപ്പ് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ലിസ്മോർ ബേസ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലാണുള്ളത്. നമ്മളിങ്ങനെ നടന്നു പോകുന്നതാണ്. ഇതാണ് ലിസ്മോർ ബേസ് ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് കാണാം ആംബുലൻസ് ഒക്കെ നിർത്തിയിട്ടുണ്ട്. ഇത് ആംബുലൻസ് ബേ ആണ്. ഇവിടെ ഹോസ്പിറ്റലുകളിലാണ് ആംബുലൻസ് സ്റ്റേഷൻ വേറെ ഉണ്ട്. പക്ഷേ ആംബുലൻസുകൾ ഇവിടെ പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോൾ അവർ അവരുടെ സ്റ്റേഷനിലേക്ക് പോകും. പിന്നെ ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സ്, ആംബുലൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി എക്യുപ്റ്റാണ്. എമർജൻസി, ഇൻറ്റൻസീവ് കെയർ, അങ്ങനെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുള്ളതാണ്. പിന്നെ ഇതൊരു പോലീസിൻ്റെ വണ്ടിയാണ്. കണ്ടോ, എല്ലാം അടിപൊളി. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ, നാട്ടിലൊക്കെ ഇപ്പം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നാട്ടിപ്പോൾ ഒരു ആംബുലൻസിലേക്ക് കൂടി പോവുകയാണ്. ലിസ്മോർ ബേസ് ഹോസ്പിറ്റൽ കണ്ടോ, ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. വലിയ ഹോസ്പിറ്റലാണ്. ഇതിപ്പം ഞാൻ ഒരു മതിലിൻ്റെ ബാക്കിൽ നിന്നായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ലിസ്മോർ ബേസ് ഹോസ്പിറ്റലിലേക്ക് ഒരു 2-3 മിനിറ്റ് നടക്കാനേ ഉള്ളൂ സ്പീഡിൽ നടക്കുവാണെങ്കിൽ. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് നടന്നാണ്, ഡ്യൂട്ടിക്ക് വരുന്നതെന്ന് പറയാം. ഇതാണ് ഹോസ്പിറ്റൽ. നല്ല ഹോസ്പിറ്റലാണ്, അടിപൊളി ഹോസ്പിറ്റലാണ്. എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഞാനിപ്പം പോകുന്നത്. അത് കഴിഞ്ഞാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ബസ് സ്റ്റോപ്പ് കാണിച്ചു തരാം. ഓസ്ട്രേലിയയിൽ പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ കാറ് യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്താ ചിലപ്പോൾ പുച്ഛം, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്നത് നല്ല ഇഷ്ടമാണ്. കുറേ ആൾക്കാരെ കാണാനും, പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാറിൽ പോകുന്നതിനെക്കാട്ടിലും ഒരു ചെറിയ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഒരു രസമാണത്. പിന്നെ നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി അല്ലേ. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഒരു ബിഗ് വ്യൂ ഇതാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കാർ പാർക്കുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ റൂറൽ ഹെൽത്ത് അങ്ങനെയൊക്കെ റൈറ്റ് സൈഡിലുണ്ട്. പിന്നെ റോഡ് ഇങ്ങനെ അങ്ങ് താഴേക്കാണ് ഷോപ്പിംഗ് സെൻറ്റേഴ്സൊക്കെ. 2 മലയാളികൾ ആരും ചെയ്യാത്ത ഒരു സാഹസത്തിന് മുതിരുന്നാണ്. എല്ലാരും കാറെടുത്തിട്ടല്ലേ പോലെ, ഭാഗമായിട്ട്. അതെ കാറത്തിന് പോയി മടുക്കുന്നല്ലേ. പിന്നെ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു തീർക്കാനുണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് ഷെൽട്ടർ. ഒന്ന് ജസ്റ്റ് മുഴുവനായിട്ട്. നേരത്തെ വേറൊരാളിവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൈവസി റീസൺസ് എന്തെങ്കിലും ഇഷ്യൂ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാണ്ടിരുന്നത്. പ്രൈവസിക്ക് വലിയുണ്ട്. അവനവൻ്റെ വീഡിയോ എടുക്കുന്നതിന് എന്താ കിലോമീറ്ററുകൾ കടന്നു വന്ന സാധനമാണ്. കേരളത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ദാശമിനി, പതുമുഖം, കരിങ്ങാലി വെള്ളം, അതെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത് എൻ്റെ ബാഗിലേക്ക്. ഞാൻ അതും എടുത്ത് നടക്കണം. ഓക്കെ, ഇതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വലിയ ബാഗ് എടുക്കാറില്ല. പക്ഷെ ഇന്ന് ബീച്ചിൽ പോകുന്നതുകൊണ്ടാണ് വലിയ ബാഗ് എടുത്തത്. ഓക്കെ, നമുക്കെന്നാൽ കാണാം. ഇതാ നമുക്ക് പോകാനുള്ള ബസ് വന്നു. ബസ്സിലൂടെ കയറുമ്പം പൈസ ആയിട്ട് തന്നെ വേണം. കാർഡ് എടുക്കില്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടെന്നാണ്. അതിൽ ഓൺലൈൻ ഉണ്ടായിരുന്നു. വെള്ളവും നീരുവും അല്ല ശരിക്കും അറിയാൻ പറ്റും.
ബാലിനേഴ്സ് വീഡിയോ ഇറങ്ങി. താങ്ക് യു. ഇതാണ് ബാലിനയിലെ ബസ് സ്റ്റോപ്പ് ലാസ്റ്റ്. ഇവിടെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബൈറൺ ബേയിലേക്ക് ബാലിന ബസ് ഇൻ്റർചേഞ്ച്. തമാർ സ്ട്രീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട് കാണുന്നു. ഈ ബസ്സിലാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഓക്കെ, ഇനിയിപ്പം ബൈറണിലേക്കുള്ള ബസ് നോക്കിയിട്ട് അത് എത്ര മണിക്കാന്ന് നോക്കിയിട്ട് പോകാം. ബസ് ടൈം ടേബിൾ ഇവിടെ എഴുതി വെച്ചു. ഇതിവിടെയുള്ളൊരു ആർക്കേഡാണ്. അതിൻ്റെ ഒരു ഇങ്ങനെ ഷോപ്പുകളിലും ഉണ്ട് വില്ലോസ്. ഇതന്നെയല്ലേ കാറിന് വരുന്ന സുഖം കിട്ടുന്നില്ല അല്ലെങ്കിൽ നടക്കുമ്പോ. ഇതാ നല്ല രസോ. എനിക്കിങ്ങനെ ഇഷ്ടം. അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് വിചാരിച്ച കടയുടെ മുമ്പിൽ പോയി ഇറങ്ങി. അത് എനിക്ക് ഇഷ്ടല്ല. ആളെ കാണാണ്ട് അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഇത് മതി. ഇതാ രസം. നഗരങ്ങളിൽ ഇറങ്ങി നടക്കണം. നഗരത്തിന്റെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഗാന്ധിജി പറഞ്ഞ പോലെ അല്ലേ, അങ്ങനെയാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഓസ്ട്രേലിയയിൽ വന്നിട്ടാണെങ്കിലും നടക്കാലോ. അങ്ങനെ നമ്മൾ നടന്ന് എത്തിയത് ഇങ്ങനെയൊരു സൈഡിലാണ്. ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ട്. ഫിഷിങ് നല്ല ബ്യൂട്ടിഫുൾ സ്ഥലം കേട്ടോ. റിക്കോളിൻ്റെ ഒരു ഷോപ്പുണ്ട് ഇവിടെ. Anything else they find? What? Okay, we are ordering coffee from a shop, a small shop. It's called Takeaway. അടുത്ത ബസ്സിൽ കയറി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടിരുന്നു. ദേഷ്യം നമ്മൾ രണ്ടാളും അങ്ങനെ വേണ്ട. മിണ്ടൂല. മിണ്ടണ്ട. നമുക്ക് കാണാം. നമുക്ക് ഓക്കെ. എനിക്ക് വാങ്ങി തന്നിട്ട് തന്നെ കാര്യം. ഫിഷ് ആൻഡ് ചിപ്സ്, സാമ്പാറും ചോറും തിന്നാൻ ബൈറൺ ബേയിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ലഞ്ച് കഴിക്കാനായിട്ട് ബൈറൺ ബേയിലേക്ക് പോകുന്ന 2 മലയാളികൾ. ഇത് ബസ് കയറി കണ്ടോ. ബസ്സാണിത്, അടുത്ത ബസ്. അതെ, എന്താ നമ്മളിപ്പം ബാലിന എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വിട്ടു. ഇത് ബാലിന. ഇപ്പം നമ്മൾ ക്ലൗഡ് ആയതുകൊണ്ട് അങ്ങനെ ഭംഗിയില്ല. ക്ലൗഡ് ആയതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീച്ചിലേക്ക് ഇന്ന് പോകുന്നത്. അല്ലെങ്കിൽ ചൂടായിട്ട് ഒരു രക്ഷയുണ്ടാവില്ല. ശരിക്കും ബൈറൺ ബേ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ തന്നെ എക്സ്പെൻസീവായ ഒരു ടൗൺ ആണ്. ഇവിടെ സെലിബ്രിറ്റീസ് ഓസ്ട്രേലിയയിലെയും അതുപോലെ ഹോളിവുഡിലെയും ബോളിവുഡിലെയും ഒക്കെ സെലിബ്രിറ്റീസിനൊക്കെ വീടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിതുവരെ കണ്ടിട്ടില്ല. അത് നിങ്ങൾക്ക് വീടിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. ഇങ്ങനെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊന്നുമില്ല. പ്രകൃതിയോട് അനുസരിച്ചിട്ടുള്ള വീടുകളാണ്. ഇത് കാണുന്നത് ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്. ക്യാമ്പിംഗ് സൈറ്റിൽ കാരവാനും ടെൻറ്റൊക്കെ അടിച്ചിട്ട് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹോളിഡേയ്സിനൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം ബൈറൺ ബേയിലേക്ക് ഹോളിഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം നമ്മൾ ബഡ്ജറ്റൊക്കെ പ്ലാൻ ചെയ്തിട്ട് വരിക. വെരി എക്സ്പെൻസീവ് ടൗൺ ആണ്, പക്ഷേ ബ്യൂട്ടിഫുൾ ആണ്. കുറേ ഈ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ ചെറിയ ചെറിയ അക്കോമഡേഷൻ, ഹോട്ടലുകളും മോട്ടലും
അങ്ങനെയുള്ള ഇതൊക്കെ അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ എക്സ്പെൻസീവ്. പിന്നെ ഇപ്പം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലാണ് നമ്മൾ പോകുന്നത്. ഈ സമയം വെരി എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ വീടുകളൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും പറഞ്ഞാൽ. ഇത് ഇവിടുത്തെ ഒരു പെട്രോൾ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ബൈറോൺ ബേയിൽ എത്താറായി. സഫോക്ക് എന്ന് പറഞ്ഞ സ്ഥലം, സഫോക്ക് നമ്മൾ യു കെയിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ശരിക്കും യു കെയിലെ സ്ഥലങ്ങളുടെ നെയിംസൊക്കെയാണ് ഇവിടെയുള്ളത്. ന്യൂകാസിൽ, ഇപ്സ്വിച്ച്, സഫോക്ക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നമ്മൾ അവിടുന്ന് നമ്മൾ ബസ്സിലായതുകൊണ്ട് പാർക്ക് ഹോട്ടൽ കോർണറിലാണ്. ഇത് ബൈറോൺ ബേ ടൗണ്. ബൈറോൺ ബേ ടൗൺ നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ്. ബൈറോൺ ബേ ടൗൺ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ഇന്ന് നല്ലൊരു വെതർ കണ്ടീഷനിലാണ് വന്നിട്ടുള്ളത്. അധികം ചൂടുമില്ല, തണുപ്പില്ല. അതുകൊണ്ട് പിന്നെ ക്ലൗഡി ആയതുകൊണ്ട് നല്ല വെയിലില്ലാത്തതുകൊണ്ട് നല്ല ഇതുണ്ട്. പിന്നെ ഓരോ ഷോപ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിനൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ ആവശ്യമില്ല, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ കാര്യമില്ലല്ലോ. ബട്ട് ഇവിടെ പിന്നെ വരുന്നവരൊക്കെ ഇവിടുത്തെ ലോക്കൽ ഐറ്റംസ് വാങ്ങാനാണ് വരുന്നത്. ബൈറോൺ ബേ സ്പെഷ്യൽ ഐറ്റംസ് കുറേ ഉണ്ട്. പിന്നെ ഡ്രസ് ഷോപ്പുകളൊക്കെ, അതെല്ലാം നമ്മൾ സാധാരണ കോട്ടൺ ഓണൊക്കെ ഉണ്ട്, അല്ലാതെ നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഷോപ്സ് അല്ല. അതുപോലെ ഡ്രസ്സിൻ്റെയൊക്കെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്, പക്ഷേ എക്സ്പെൻസീവുമാണ്. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങുള്ളൂ. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ പിന്നെ ലഞ്ച് ടൈം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അധികം തിരക്കില്ല. ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോഴായിരിക്കും നല്ല തിരക്ക് വരുന്നത്. അതിന് മുന്നേ നമുക്ക് പിന്നെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ച് പോകണം. കണ്ട ഷോപ്പിൻ്റെ പേര് ട്രീ ഓഫ് ലൈഫ്, ബോഡി, അങ്ങനെ ബൈറോൺ ബേ അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഇവിടെയുള്ളത്. പിന്നെ ജലാറ്റോ ഐസ്ക്രീം കിട്ടുന്ന കടയുണ്ട്. ആ ഐസ്ക്രീം കടയിൽ പോകണമെന്നുണ്ട്, പക്ഷേ പോയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പം ആ കടയിൽ കയറണം. പിന്നെ ഇവിടുത്തെ കോഫിയൊക്കെ ഫേമസ് ആണ്. ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങി ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു മെയിൻ കോർണറാണിത്. ബാൽക്കണി പബ് അപ്പുറമുണ്ട്. പിന്നെ ഇപ്പുറത്തൊക്കെ കടകൾ നല്ല തിരക്കാണ്. ബേ കബാബ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള കടകളാണ് ഇവിടെ ഉള്ളത്. കബാബ് വേണേൽ കഴിക്കാം. ഇപ്പോൾ ലഞ്ച് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കിലാണ് എല്ലാവരും. കണ്ടോ ബൈറോൺ ബേ. പിന്നെ ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോറുണ്ട്. കണ്ടോ എന്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോഴേ അതിൻ്റെ ഒരു തിരക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം അപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് സ്ട്രീറ്റ്. നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഓരോ ഷോപ്പിലൊക്കെ കയറുന്നുണ്ട്. പിന്നെ ഷോപ്പിൽ ഇങ്ങനെ ഇവിടെ അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതിന് ഷോപ്പ് ഉടമയുടെ പെർമിഷനൊക്കെ വാങ്ങണം. അതുകൊണ്ട് ബൈറോൺ ബേ കുക്കീസ് കണ്ടോ, അതൊക്കെ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആണ്. നിങ്ങൾ വരുവാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു ഐസ്ക്രീം കട ബ്ലൂ കൗ, പിന്നെ എന്താണ് കിട്ടിയില്ല, ഐസ്ക്രീം കടയാണ്. പിന്നെ ഇവിടെ ഹാറ്റിൻ്റെ ഒരു ബൈറോൺ ബേ ഹാറ്റ് കമ്പനി, അവിടെ ഒന്ന് കയറണം. എനിക്ക് കുറേ നാളായി ഹാറ്റ് നോക്കണമെന്നുണ്ട്. പിന്നെ ഇവിടെ ഐറ്റംസൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് കയറിയിട്ട് നമുക്ക് നോക്കാം. അവരോട് ഷൂട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചോദിക്കാം. എന്നിട്ട് അവിടെ ടീഷർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ ഹാറ്റുകൾ, എന്തെല്ലാം ടൈപ്പ് ഹാറ്റ് അറിയോ. അതിൻ്റെ കൂടെ വിൻ്റർ ക്ലോത്ത്സ് ഉണ്ട്, വിൻ്ററിനിടാനുള്ള ജമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് ഇപ്പം സമ്മർ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ വാങ്ങുന്നില്ല. ഹാറ്റൊക്കെ നമ്മൾ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ വാങ്ങാം. പിന്നെ നല്ല അടിപൊളി ഹാറ്റുകളാണ് ഇവിടെ ഉള്ളത്.
പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോഴാണ് പിന്നെ ആൾക്കാർ കോഫി കഴിക്കുന്നു. ഈ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇന്ത്യൻ ടച്ചുള്ള കുറച്ച് എനിക്ക് തോന്നുന്നു നേപ്പാളി അങ്ങനെയുള്ളൊരു സ്റ്റൈലിലുള്ള ക്ലോത്ത്സൊക്കെ ഉള്ള ഒരു കടയാണ്. ഇതാ പറഞ്ഞത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അല്ലെങ്കിൽ ശരിക്കും ഞാൻ എല്ലായിടത്തും കയറി ഇറങ്ങി പോകുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഒന്ന് നോക്കണം, ഒരു കൈ നോക്കണം. ഇന്ന് പിന്നെ ബസ് ട്രിപ്പ് ആയതുകൊണ്ട് അധികം സമയമില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ ബീച്ച് സൈഡ് ഹോട്ടലിലേക്കാണ് പോകുന്നത്. ബീച്ച് സൈഡ് ഹോട്ടലിൽ നമുക്ക് പോയിട്ട് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മുറിച്ച് കിടക്കുമ്പോഴാണ് ബീച്ച് സൈഡ് ഹോട്ടൽ. ബീച്ച് സൈഡ് ഹോട്ടലിൽ നമുക്ക് ഈ എൻട്രൻസിലൂടെ പോകാം. പിന്നെ അപ്പുറത്തു കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ അത് ഇപ്പം ലഞ്ച് ടൈം ആയതുകൊണ്ട് അധികം ആളില്ല. ബട്ട് ഈവനിങ്ങിലൊന്ന് വരണം. നമ്മൾ പണ്ട് വന്നിട്ടുണ്ട്, അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആൾക്കാർ, സെക്യൂരിറ്റിയൊക്കെ ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്തിട്ട് സ്ഥലമാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് നടന്നു പോയി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം നോക്കുവാണ്. ബീച്ച് വ്യൂവും കൂടെ കണ്ടിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമുക്ക് ഒരു സ്ഥലം കിട്ടും. അങ്ങനെ ബൈറോൺ ബേയിൽ വന്നിട്ട് ബീച്ച് ഹോട്ടലിൽ വന്നിട്ട് ബിയർ കുടിക്കുന്ന ഹൊസി മലബാർ ഫാമിലി വ്ളോഗ്സിന്റെ പ്രൊപ്പറേറ്ററും ഓണറും സിഇഒയുമായ ഞാൻ. അത് ശരി. അതെ അതെ അതെ. ഞാൻ വിചാരിച്ച അത് ജിഞ്ചർ ബിയറോ അല്ലെങ്കിൽ എന്തോ ജ്യൂസാണ്. നോക്കുമ്പോ കണ്ട 2 ബിയറിന്റെ പറ്റിയ സ്റ്റോൺവുഡ് അലി എന്നാണ് ആ ബിയറിന്റെ പേര്. ബൈറോൺ ബേയിൽ ബ്രൂ ചെയ്ത ബിയറാണ്, സ്പെഷ്യലാണ്. അപ്പൊ നിങ്ങൾക്ക് ബൈറോൺ ബേയിൽ ഡിസ്റ്റിലറി ബ്രൂവറി അവിടെ നമ്മൾ ഒരു ദിവസം പോകുന്നതായിരിക്കും. അത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ അതിന്റെ ബീച്ചിന്റെ ഒരു നല്ലൊരു വ്യൂ കണ്ട, ഇവിടുന്ന് ആൾക്കാരൊക്കെ പോകും വരെയൊക്കെ ചെയ്യുന്നുണ്ട്. ആംബിയൻസ് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത പിസ്സ. എന്നാ ഇത് ചെമ്മീൻ ചില്ലി പ്രോൺ പിസ്സ. ഇതാണ് നമ്മുടെ ചില്ലി പ്രോൺ പിസ്സ. ഇത് നമ്മൾ ഡൊമിനോസിൽ നിന്ന് വാങ്ങുന്ന പിസ്സ പോലെ അല്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് വുഡ് ഫ്രൈഡ് പിസ്സയാണ്, കസ്റ്റം മെയ്ഡാണ്. ഇതൊരു അടിപൊളി. ഇങ്ങനെ വേണം പിസ്സ തിന്നാൻ. ഒന്നുകൂടെ കടിച്ചോളൂ. ഇത് മൃണാൾ വ്ളോഗ്സ് അനിയൻ വ്ളോഗ്. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്താ ടേസ്റ്റ്? പ്രോൺസിന്റെ ഇതുണ്ട്, പിന്നെ ചില്ലിന്റെ ഫ്ലേവർ വന്നിട്ട് ഇതുവരെ കഴിക്കാത്ത. അതെ, നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. ഇവിടെ വന്നപ്പോ വേറെ ഫുഡായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇത് സൂപ്പറാണ് കാണുമ്പോ തന്നെ. നിങ്ങൾക്ക് കാണാൻ പറ്റി കടലങ്ങുണ്ട്, പക്ഷെ ഇന്ന് ക്ലൗഡി ആയതുകൊണ്ട് അത്ര അധികം ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, തിന്നോ നല്ല ചൂടാണോ? അടിപൊളി ടേസ്റ്റാണ്. പകുതി ഒരിതാ വന്നത്, അത് പകുതി പഴയത്. നമുക്ക് അതിലെ കൂടെ പോണ്ടേ, ഇതിലെ കൂടെ അല്ല പോണ്ടേ? ആൾക്കാര് മറ്റേ ലൈവ് സോങ് എല്ലാം തുടങ്ങാൻ ഓൾറെഡി പോകുന്നുണ്ട്.
നമ്മൾ നടന്നു പോവാണ്, റോഡ് ക്രോസ് ചെയ്യാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോകണം എന്നാണ് പറയുന്നത്. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. ഹലോ, that was my friend. ഇത് ബൈറോണിലെ മെയിനായിട്ടുള്ള ഒരു ഹോട്ടലാണ്. ബീച്ച് ഹോട്ടൽ എന്ന് പറയും. നിങ്ങൾക്ക് കാണാൻ പറ്റും ദൂരെ. നോ, ബീച്ച് ഹോട്ടലാണ് ഇത് മെയിനായിട്ട്. ഇപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആൾക്കാർ പിന്നെ മ്യൂസിക്കും ലൈവ് മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുവാണ്. ഇതാണ് ബൈറോണിൻ്റെ ഒരു വൈബ്. ഞാൻ എൻ്റെ DJI Osmo Pocket 3 ഉപയോഗിച്ചിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കി. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 360 വ്യൂ ആണ് എടുക്കുന്നത്. അത് ശരിക്കും ക്യാമറ ഫുള്ളി 360 തിരിയില്ല. എന്നാലും ഞാൻ ഒരു 180 വെച്ച് ഒന്ന് കറക്കി, ഒന്നും കൂടെ ഒന്ന് കറക്കിയിട്ട് ഒരു 360 വ്യൂ എടുക്കാനുള്ളൊരു പ്ലാനിലാണ്. ട്രൈ ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടാകുന്ന ഇതാണ് ഒരു ബൈക്കാണിത്, ഇലക്ട്രിക് ബൈക്ക്. അത് നമുക്ക് ഇലക്ട്രിക് നോക്കാം. അതെ, പട്ടി പോയി മുള്ളുന്നു ഓൺ ടൈം. ബൈക്കാണ്, അത് നമുക്ക് എടുത്തിട്ട് പോകാം. ബുക്ക് ചെയ്യുവാണെങ്കിൽ, ഓൺലൈനിൽ ബുക്ക് ചെയ്യുവാണെങ്കിൽ അത് എടുത്തിട്ട് പോകാം. നമുക്ക് ലോക്കലി ട്രാവൽ ചെയ്യുവാണെങ്കിൽ ആ ബൈക്ക് എടുത്തിട്ട് പോകാനുള്ള ഇതാണ്. അപ്പം ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്. അത് ലോക്കാക്കി വെച്ചേക്കുവാണ് ആക്ച്വലി. ബട്ട് നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്തിട്ട് പോകാം. ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ ശരിക്കും നല്ല ഒരു എന്താണ്, നമ്മൾ ലോക്കലി നമുക്ക് എടുത്തിട്ട് പോകാനായിട്ട് കണ്ടോ. മോട്ടോർ ബൈക്കിൻ്റെ തന്നെ ഏകദേശം ഒരിതാണ്. ബട്ട് നല്ല ഇത് എൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ബീച്ചിലേക്ക് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ഇന്ന് അത്ര അധികം സണ്ണി അല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ട് ഇവൻ പട്ടിയും കൊണ്ട് കളിക്കുകയാണ്, കണ്ടോ. ഹായ്, പട്ടി എന്നെ കടിക്കാൻ വന്നു, പക്ഷേ പട്ടി കടിക്കൂല. നമുക്ക് കടലിൻ്റെ ഒരു ബ്യൂട്ടി കാണാം. ഇവിടെ ഒരു സർഫിംഗ് ബീച്ചാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും തന്നെ സർഫിംഗ് ബോർഡുമായിട്ടാണ് ഇവിടെ വരുന്നത്. ഫേമസ് ബീച്ചാണ്, ഫേമസ്. ഞാൻ പറഞ്ഞില്ലേ, ഓസ്ട്രേലിയയിലെ തന്നെ, ലോകത്തിലെ തന്നെ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതാ പറഞ്ഞത്, സർഫിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പറ്റുന്ന സ്ഥലങ്ങളിലാണ് ഈ സർഫേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. പിന്നെ കടലിൻ്റെ ബ്യൂട്ടി, പിന്നെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനും കാണാനും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് സേഫ്റ്റി വാർണിംഗ് ആണ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ ഇന്ന് കടലിൽ ഇറങ്ങിയില്ല. ക്ലൗഡി ആണെങ്കിലും നല്ല ചൂടുണ്ട്, ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഏരിയ ആണിത്. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാനൊരു മടി. നെക്സ്റ്റ് ടൈം വരുമ്പം പോകാം. ഇപ്പം നമ്മൾ ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ബൈറൺ ബേ ബീച്ച് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കളറെന്ന് പറഞ്ഞാൽ ഈ പിന്നെ സൺ വരുമ്പോഴത്തേനും കടലിൻ്റെ കളറ് മാറി, കണ്ടോ ബ്ലൂ ആയി. അതാണ് അതിൻ്റെ ഒരു, ഈ ഭാഗത്ത് നല്ല ബ്ലൂ, ഈ ഭാഗത്ത് വേറൊരു കളറും. കാണാൻ പറ്റുമോ അറിയില്ല, പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതി. ഇപ്പോൾ എന്ത് ഭംഗിയറിയോ, സൂപ്പർ കളറാണേ. വാവ്. ബൈറൺ ബേ ഹിസ്റ്ററി ട്രെയിലിൻ്റെ ഒരു പിന്നെ പിക്ചർ ഇവിടെ ഉണ്ട്, ഫോട്ടോ, എന്താണ് ഇൻഫർമേഷൻ എന്ന് പറയാം, അതിവിടെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ വെയിൽ വാച്ചിങ്ങിനൊക്കെ വരുന്ന, അത് ഒക്ടോബർ നവംബർ ആ സമയത്താണെന്ന് തോന്നുന്നു. ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ പോയിട്ട് വെയിലിനെ ഡയറക്റ്റ്, വെയിൽ എന്ന് പറഞ്ഞാൽ തിമിംഗലം, ഇതിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ ബീച്ചിൻ്റെ വ്യൂ, ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോയ സ്ട്രെയിറ്റ് നേരെ തിരിച്ചു വരുന്നതാണ് ആ ഒരു ഇത്. അവിടുന്ന് ബാൽക്കണി ഹോട്ടലിൻ്റെ ബാൽക്കണിയുടെ താഴെ കൂടെ പോയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട്, അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബസ് വരുന്നത്. ബസ് വരാറായി. നമ്മൾ മിസ്സാവരുതല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ നടന്നു പോവുകയാണ്.
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷവും പിന്നെ ഭയങ്കര ഒരു ഇതാണ്, നല്ലൊരു ഫീലിംഗ് ആണ്. നമുക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പോകുമ്പം ഫീലിംഗ്, ആ ഒരു ഫീലിംഗ് ആണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പം നൈറ്റിൽ പബ്ബിലൊക്കെ പോയി, അങ്ങനെ പബ് ലൈഫൊക്കെ എൻജോയ് ചെയ്തിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പം പിന്നെ ഇവിടെ ഒരു അതർ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഇതൊക്കെ വൈറലും വരുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ്. അവിടെ വെച്ച് കാണാം കേട്ടോ. ഇപ്പം ബൈറമ്മേൻ്റെ കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല. ചെറുങ്ങനെ ബസ്സിൽ വന്ന ഒരു എക്സ്പീരിയൻസ് അത് കാണിച്ചു, ലഞ്ച് കഴിച്ചു. പിന്നെ ഒന്നും കറങ്ങാൻ പോകാൻ പറ്റിയില്ല, മഴക്കാറിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തിക്കുന്നു. ബസ് വരുന്നു, ഞങ്ങൾ വീട്ടിലെത്തുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാന്ന് മാത്രമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കമന്റ്സ് അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. കമന്റ്സ് കൂടി ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തുകൂടാ കേട്ടോ. ഞാൻ നിങ്ങളെ ബൈറമ്മേൽ വരുമ്പോൾ ബീച്ചിൽ ഇറങ്ങാൻ ഞാൻ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈറമ്മേലും എന്തായാലും വിളിക്കണം കേട്ടോ, ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, എന്റെ കൂടെ ഒരാൾ ബീച്ചിൽ ഇറങ്ങാറില്ല, അതുകൊണ്ടാണ് എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും കൂടെ ഓർക്കണം കേട്ടോ. നമ്മൾ ലിസ്മോറിലേക്ക് തിരിച്ചു പോകും. ഒച്ചത്ത് പറയാൻ പറ്റില്ല, ബസ്സിൽ. അതുകൊണ്ട് നല്ല അടിപൊളി ബസ്സാണ്. എന്താ പ്രീമിയറിൻ്റെ അല്ലേ, വയറൻബൈറ്റ് വന്ന പോലത്തെ ബസ്സല്ല ഇത്, സിഡ്നിക്ക് പോകുന്ന ബസ്സാണ്. ശരിക്കും നല്ല കംഫർട്ടബിൾ സീറ്റ്. നമ്മൾ പണ്ട് ദിവസം പ്രസിഡന്റ് ലിസ്മോറിലേക്ക് വന്നിരുന്നു, അടിപൊളി. അതിന് നല്ല പുതിയ സീറ്റാണ് അല്ലേ, പുതിയ വണ്ടി. അങ്ങനെ ബയറിനോട് വീണ്ടും ഒരു ദിവസത്തെ ബയറിൻ്റെ കറക്കം. ജസ്റ്റ് ഒരു ബസ് ട്രിപ്പ് ബയറോണ്ട് പോയി വന്നു. പിന്നെ ഇതാണ് നമ്മൾ വന്ന ബസ്. അപ്പോൾ നമ്മളിവിടെ ഇതാ മാക്ഡൊണാൾഡ്സ് ഉണ്ട്, ലിസ്മോർ. ഇവിടെ ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്കല്ലേ. നമുക്ക് ഇവിടുന്ന് ഒരു 2 മിനിറ്റ് അടുത്താൽ മതി അല്ലേ. ഇനിയിപ്പം നമ്മളിനിയിപ്പോൾ ഇതാ നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലേ, ഒരു റിലാക്സ് ചെയ്ത് ഒരു ചൊറയില്ല. ഇനിയിപ്പോൾ ഒരു 40 മിനിറ്റ് സമയമുണ്ടെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ. ബസ് ബാക്കിൽ ആൾക്കാരെല്ലാം പോകുന്നുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾ സിഡ്നി പോകുന്നുണ്ട് ഈ ബസ്സിന്. എക്സ്പ്രസ് കയറിയാൽ രാവിലെ ആകുമ്പോൾ സിഡ്നിയിലെത്തി. പിന്നെ അപ്പം നമ്മൾ ഈ ഒരു അല്ലേ കാറിലും വെച്ചിടക്ക് ബസ്, ട്രെയിന്, പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടി നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യണം. ഗാന്ധി പറഞ്ഞത് നമ്മളെ ബസ്സുകളിൽ ട്രെയിനുകളിൽ പോയാൽ ഇന്ത്യ കാണാം, അതേപോലെ ഹൃദയം കാണാം. അതുപോലെ ഓസ്ട്രേലിയന്റെ ഹൃദയം കാണണമെങ്കിൽ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയി എന്താ പറയാ ട്രാവൽ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് അനുഭവിക്കുക എന്നുള്ളതാണ്. അതെ അതെ അതെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ. അതെ അതെ അതെ, നമ്മള് നമ്മുടെ ഇഷ്ടം കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഇന്നത്തെ ഫെസിലിറ്റി അതെ 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 കാണിച്ചു തരുന്നേ. ചെറിയ പൈസയേ ഉള്ളൂ. അതായത് ലിസ്മോറിൽ നമ്മൾ പോയത് ഒരാൾക്ക് $9 ബൈറൺ വരെ. വരുമ്പം ഈ ബസ്സിന് കുറച്ച് പൈസ അധികമാണ്, ഒരാൾക്ക് $18. അതെ അതെ, $18. ഇപ്പം എങ്ങനെയായാലും നമ്മൾ $27 സുഖസുന്ദരമായിട്ട്, 27 വേണ്ട ശരിക്കും $18 കൊണ്ട് ബയറിന്ന് ലിസ്മോറിന്ന് ബയറിൽ പോയിട്ട് വരാം. അപ്പോൾ ചെറിയ ട്രാവൽ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.